Hi, hello, welcome to Radio BMC. This is your RJ Avantika. മാസല്ലമോനെ ഇത് മനസ്സാണ്. സോ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 10th October 2025 വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിരുന്നു. ആൻഡ് ഈ വർഷത്തെ തീം നമ്മുടെ ലോകത്ത് നടക്കുന്ന ഓരോരോ കോൺഫ്ലിക്ട്സ്, വാർസ് റിലേറ്റഡ് ആണ്. ആക്സസ് ടു സർവീസ്, മെൻ്റൽ ഹെൽത്ത് ഇൻ എമർജൻസീസ് ആൻഡ് കാറ്റസ്ട്രോഫീസ്. സോ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് നമ്മുടെ കൂടെ ഇന്ന് ഡോക്ടർ ഗായത്രി ദേവി, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കോളജി, ഇവിടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. A very warm welcome to the show, ma'am. Thank you. Radio BMC. മാമിൻ്റെ ഒപ്പീനിയനിൽ ഇപ്പോഴത്തെ യങ് ജനറേഷൻ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെ കാണുന്നു? ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം ഈ ഒരു യങ് ജനറേഷന് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ദേ ആർ വെരി ഓപ്പൺ അപ്പ്. ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും. ആ ഒരു സ്റ്റിഗ്മ അവർക്കില്ല. പിന്നെ അതേപോലെ തന്നെയാണ് അവർക്ക് ഇപ്പോൾ ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. ഒരുപാട് ടീം ഓഫ് പ്രൊഫഷണൽസ് ഉണ്ട്, ഈസിലി ആക്സസ് ചെയ്യാം. ഇപ്പോൾ ചാറ്റ് ബോട്ട്സ്, സോഷ്യൽ മീഡിയ വഴി, അല്ലെങ്കിൽ ഒരുപാട് പേരിപ്പം എല്ലാത്തിലും ഒരു സപ്പോർട്ട് സിസ്റ്റം പോലെ എല്ലാവർക്കും വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സ്റ്റിഗ്മയോ ഒരു ബയസോ ഒന്നും ഇപ്പോൾ ഉള്ള ജനറേഷനില്ല. സ്കൂളിലും കോളേജസിലും ഓൾറെഡി കൗൺസിലിംഗ് ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് വേറെ എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് എടുക്കാം മെൻ്റൽ ഹെൽത്തിനെ ഇച്ചിരി കൂടെ ആക്സസിബിൾ ആക്കാൻ? ഓക്കെ, ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ കോളേജുകളിലും ഇപ്പോൾ അവന്തിക പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കൗൺസിലേഴ്സും ഗവൺമെൻറ് പ്രോജക്റ്റുകളും ഒക്കെ ഉണ്ട്. പക്ഷേ അതുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഓരോ കോളേജുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഒരു പിയർ മെൻറ്ററിങ് കൈൻഡ് ഓഫ് സെക്ഷൻസ് നമുക്ക് ചെയ്യാം. അതായത് കുട്ടികൾ അവരുടെ തന്നെ പിയേഴ്സിനെ നമുക്ക് കുറച്ചും കൂടെ ലിസൺ ചെയ്യാനൊക്കെ ഉള്ള ഒരു ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ, അല്ലെങ്കിൽ നമുക്കൊരു കുറച്ചൊരു കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളവരെ നമുക്ക് ട്രെയിൻ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ടീച്ചേഴ്സിനെ ആദ്യമേ തന്നെ നമുക്കൊരു എന്താ പറയുക, കെയർ കീപ്പർ അല്ലെങ്കിൽ ഒരു ഗേറ്റ് കീപ്പർ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് അവരെ ഒന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് പ്രൊഫഷണൽ ഹെൽപ്പിലേക്ക് ലീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം എന്താ വെച്ചാൽ എല്ലാവരും ഒരുവിധപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഫീലിംഗ് പലപ്പോഴും ഉണ്ടാവുന്നത് കുറയ്ക്കാൻ പറ്റും. നമുക്ക് ആദ്യമേ തന്നെ പ്രിവെൻഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും. പിന്നെ ഈ പറയുന്ന കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവോ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റുമായിട്ടോ അങ്ങനെ എന്താ പറയുക ലിങ്ക്ഡ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യാതിരിക്കുക. കുട്ടികൾക്കാണെങ്കിലും അത് ഫീൽ ചെയ്യാതിരിക്കുക. അപ്പോൾ അതൊരു കോൺഫിഡൻഷ്യാലിറ്റി അവിടെ തന്നെ കീപ്പ് ചെയ്ത് പോവും. അത് ഒരു സെപ്പറേറ്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഇതുപോലെ തന്നെ നിന്ന് പോകാനും പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ ഈ വർഷത്തെ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേൻ്റെ തീം ആക്സസ് ടു സർവീസ്, മെൻ്റൽ ഹെൽത്ത് ഡ്യൂറിങ് എമർജൻസീസ് ആൻഡ് കാറ്റസ്ട്രോഫീസ് ആയിരുന്നു. സോ ബേസിക്കലി മാം, സിമ്പിൾ ടേംസിൽ ഈ തീം എന്താണ്? നമ്മുടെ പലവർക്കും ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കും, ചിലവരായിരിക്കില്ല. സോ അവർക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം എന്താണ് ഈ വർഷത്തെ തീം? ശരിക്കും ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഈ കാറ്റസ്ട്രോഫീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള സ്പ്രെഡിങ് ഡിസീസസ്, അല്ലെങ്കിൽ ഇപ്പോൾ കൊറോണ, നമ്മൾ ഒരുപാട് ഇതൊക്കെ ഫേസ് ചെയ്തു. നമ്മുടെ വേൾഡ് ഇപ്പോൾ ഇതെല്ലാം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ, ഒരു പെട്ടെന്നൊരു കലാമിറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അവർക്കൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു അപകടം ഉണ്ടായാൽ അവർക്കുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ പലർക്കും അറിയാത്തൊരു കാര്യമാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റുണ്ട്. അതായത് ഈ നമ്മൾ കൊടുക്കുന്ന മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് പോലെ തന്നെ നമുക്ക് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡും കൊടുക്കാം. അതായത് മെൻ്റലി അവർക്കൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം. പെട്ടെന്നൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും അവർ പോകുന്നത്. അവരുടെ പ്രിയപ്പെട്ടവർ പോയിട്ടുണ്ടാവാം, അവർ അത്രയും കാലം സ്വരുക്കൂട്ടി വെച്ച പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഓർത്തോർത്ത് പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വേറൊന്നും ചെയ്യാനില്ല, അവരുടെ കൂടെ ഇരിക്കുക, അവർക്കൊരു എന്താ പറയുക സപ്പോർട്ടായിട്ട് നമ്മളുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വരുത്തുക, അവരെ കേട്ടിരിക്കുക, അവർക്ക് പറയാനുണ്ടാവും, കരയാനുണ്ടാവും, അതൊക്കെ നമ്മൾ പേഷ്യൻസോട് കൂടി നമ്മൾ ഇരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും അക്സസ് ടു സർവീസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് ഒരു കലാമിറ്റിയോ ഒരു പ്രോബ്ലമോ ഉണ്ടാവുമ്പോൾ നമ്മൾ എപ്പോഴും അവർക്കൊരു സർവീസ് ചെയ്യാനായിട്ട്
അത് ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റ് തന്നെ വേണമെന്നില്ല. ആർക്കാണെങ്കിലും ഒരു മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആർക്കും അവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടാവാം. അപ്പോൾ അതാണ് ഈ വർഷത്തെ തീം കൊണ്ട് വേൾഡ് വൈഡായിട്ട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ മാം, എന്തൊക്കെയായിരിക്കും ഈ സൈക്കോളജിക്കൽ ട്രോമാസ് ഒരാൾ വെൻ നാച്ചുറൽ കലാമിറ്റീസ് ഓർ സച്ച് കലാമിറ്റീസ് വരുമ്പോൾ എന്തൊക്കെയായിരിക്കും അവർ ഫേസ് ചെയ്യുക? ആൻഡ് നമ്മൾ ജനറൽ പബ്ലിക്കിന് എങ്ങനെ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കലാമിറ്റി അല്ലെങ്കിൽ ഒരു സ്പ്രെഡിങ് ഡിസീസസ്, കൊറോണ പോലെയോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് തിങ് അവർക്ക് ഉണ്ടാവണ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും ആൻസൈറ്റി ആയിരിക്കും. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആൻസൈറ്റി ആയിരിക്കും. നമുക്കെല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു കൈൻഡ് ഓഫ് തിങ്സ് വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് വറീഡായിരിക്കും. ഇനി എന്താ ഉണ്ടാവാൻ പോകണമെന്ന് അറിയില്ല, പിന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല. പെട്ടെന്നൊരു എർത്ത്ക്വേക്ക് ഉണ്ടായാൽ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നം, ആൻസൈറ്റി ഒരു ഇഷ്യൂസ് ഉണ്ടാവാം. ഇനി ഇത് നടന്നു കഴിഞ്ഞാൽ അവർക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള, അതായത് ആ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടാവാം. അതേപോലെ തന്നെയാണ് ആ ഒരു സമയത്ത് അവർക്ക് ഭയങ്കര വേണ്ടപ്പെട്ടവർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വേണ്ടപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ആ സമയത്ത് അവർക്ക് ഭയങ്കര സിവിയർ അക്യൂട്ടായിട്ടുള്ള ഗ്രീഫ് ഉണ്ടാവാം. ഗ്രീഫ് എന്ന് ഉദ്ദേശിച്ചത് ഭയങ്കരമായ സങ്കടം, ഒരിക്കലും അവർക്ക് ആരുമില്ല, ഇനി ആ പഴയ ഓർമ്മകൾ, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവാം. അതേപോലെയാണ് ഫ്ലാഷ് ബാക്ക്സ്, മുൻപുണ്ടായ കാര്യങ്ങളുണ്ട് ഓർത്തിട്ട്, അല്ലെങ്കിൽ ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ, ഉറങ്ങുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഇവൻറ്റ്സുകൾ ഓർത്തിട്ടുള്ള എണ്ണീക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്കെയറി ഡ്രീംസ് കാണുക, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം. സെയിം തന്നെ അത് റിലേറ്റഡ് ആയിട്ട് ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസും വരാം. ഇപ്പം ഒരുപാട് സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസിലേക്കും അവരെ ലീഡ് ചെയ്യാം. അപ്പം ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും രണ്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ അവിടെയുണ്ട്. ഇനി എങ്ങനെ നമുക്ക്, ഇപ്പം അവന്തിക ചോദിച്ച രണ്ടാമത്തെ ചോദ്യം അതാണ്, എങ്ങനെ നമുക്ക് അവരുടെ കൂടെ ഉള്ളവർക്കോ അല്ലെങ്കിൽ മറ്റുള്ള സൈക്കോളജിയെക്കുറിച്ചോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സർവീസസിനെ കുറിച്ചോ അറിയാത്തവർക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ളത്. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യം അവരുടെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്കിത് കേൾക്കുമ്പോൾ ചിലപ്പം എല്ലാവർക്കും അവരെ പോലെ തന്നെ മറ്റുള്ളവർക്കും ഉണ്ടായില്ലേ, അവർക്ക് പ്രശ്നം ഉണ്ടായില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വലും യുണീക്കാണ്. അപ്പോൾ അവരെ അത് ഇമോഷണലി അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അവർക്ക് അതിനുള്ളൊരു സമയം കൊടുക്കുക, നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുക, അവരെ കേട്ടിരിക്കുക, അവരുടെ കൂടെ എപ്പോഴും നമ്മൾ ഉണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്നും അറിയാത്തൊരാൾക്ക് കേട്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ അവരെ ലിസൺ ചെയ്യുന്നു, നമ്മളവരെ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലും കൂടെ അവർക്ക് കിട്ടുവാണ്. അപ്പോഴാണ് അവർക്ക് തോന്നുന്നത് ഓക്കെ, ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കിനി മുന്നോട്ടും നീങ്ങാനുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് പതുക്കെ നോർമൽ ലൈഫിലേക്ക് അവരെ കൊണ്ടുവരാനും പറ്റും. ഒരു സൈക്കോളജിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ എന്നുള്ള നിലയ്ക്ക് വാട്ട് ഡസ് മെൻ്റൽ ഹെൽത്ത് മീൻ ടു യു? ഓക്കെ, നല്ലൊരു ചോദ്യം. എഡ്യൂക്കേറ്റർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ മെൻ്റൽ ഹെൽത്ത് അവയർനെസ് വീക്കിൽ നമുക്ക് കുട്ടികൾക്കൊരു നല്ലൊരു മെൻ്റൽ വെൽബീയിങ് കൊടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കിക്കാൻ പറ്റും. അതേപോലെ തന്നെ എനിക്ക് കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ട് എനിക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് കുറച്ച് അവയർനെസ് കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഞാൻ വർക്ക് ചെയ്യണം, അതായത് ഇപ്പോൾ ഭാരതമാതയിൽ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ എൻ്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസിനാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റൽ വെൽബീയിങ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എൻ്റെ സ്റ്റുഡൻസ് ത്രൂ എനിക്ക് പാസ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു എഡ്യൂക്കേറ്റർ എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമെന്ന് പറയുന്നത്, ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളത്. അതേപോലെ ഞാനൊരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് നമ്മൾ ആക്സസ് ചെയ്യുക എന്നുള്ളത്, അതായത് ചിലപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ പലപ്പോഴും അവർക്ക് എവിടെ പോകണം, എങ്ങനെ പോകണം, ആരെ കാണണം എന്നൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതിലെനിക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കൊടുക്കാൻ പറ്റും. ഒരു മെൻ്റൽ ഹെൽത്ത് വീക്ക് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ
എൻ്റെ ക്ലയൻസിനോട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവിടെയാണ് പോകേണ്ടത്. ഇപ്പോൾ നമുക്ക് ഡിപ്രസീവായിട്ടുള്ള ക്ലിനിക്കൽ ഡിപ്രഷൻ കേസസ് ആണ് എങ്കിൽ നിങ്ങൾ സൈക്കാട്രിസ്റ്റിനെയാണ് കാണേണ്ടത്. അല്ലെങ്കിൽ സോഷ്യലി നിങ്ങൾക്കൊരു ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ വർക്കിനെ കണക്ട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് എനിക്ക് കുറേ അധികം എന്താ പറയുക, കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഫഷനെ എനിക്ക് യൂസ് ചെയ്യാം എന്നുള്ളൊരു പോയിൻറ്റും ഡയറക്റ്റ്ലി എനിക്ക് കണക്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യമുണ്ട്. എഡ്യൂക്കേറ്റർ ആകുമ്പോൾ നമുക്കൊരു ഇൻഡയറക്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷനാണ് അവിടെ വരിക. പക്ഷേ സൈക്കോളജിസ്റ്റ് ആകുമ്പോൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് വ്യത്യാസമാണ് അവിടെ ഉള്ളത്. കേരളത്തിൽ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഗവൺമെൻറ് ആൻഡ് അതർ ഏജൻസീസ് എന്തൊക്കെ ടൈപ്പ് ഫ്രീ സർവീസസ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്? ഓക്കെ, ഒരുപാട് സർവീസസ് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ആയിട്ടുള്ള ദിശ അങ്ങനെയുള്ള പ്രോജക്റ്റുകളൊക്കെ ഒരുപാടുണ്ട്. ഐകോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് 24/7 വർക്ക് ചെയ്യണം. നമുക്ക് ഫോൺ വിളിച്ചാൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസസ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് NGOs ഒരുപാടുണ്ട്. അപ്പോൾ NGOs ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവരെ നേരിൽ കണ്ട് തന്നെ സംസാരിക്കാം, അങ്ങനെയും പറ്റും. അതേപോലെയാണ് ഇപ്പോൾ ഗവൺമെൻറ് പുതുതായി തുടങ്ങിയിട്ടുണ്ട് DDAD എന്ന് പറഞ്ഞിട്ട്, അതായത് ഡിജിറ്റൽ അഡിക്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കുട്ടികളുടെ ഡിജിറ്റൽ അഡിക്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് തന്നെ അതിനൊരു എൻവയോൺമെൻറ്റ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസും ഗവൺമെൻറ്റും കൂടെ ചേർന്നിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്. അപ്പോൾ അങ്ങനെയുള്ള സർവീസസൊക്കെ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ യങ് ജനറേഷന് ദിസ് മെൻ്റൽ ഹെൽത്ത് വീക്ക് വാട്ട് വുഡ് ബി ദ വൺ മെസ്സേജ് യു വുഡ് ലൈക്ക് ടു ഗിവ് ടു ദം? ഓക്കെ, ഇപ്പോഴത്തെ യങ് ജനറേഷനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഹെൽത്ത് എന്ന് പറയണത് എപ്പോഴും വിചാരിക്കും നമ്മൾ അസുഖങ്ങളില്ലാതിരിക്കുക എന്നുള്ളൊരു കോണ്ടെക്സ്റ്റാണെന്ന്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു പനിയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പിന്നെയും ഇമ്മ്യൂണിറ്റി തിരിച്ചെടുക്കുന്നത്. സോ ദ സെയിം വേ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയണത് ഒരിക്കലും ഒരു ഇൽനെസ് വരുമ്പോൾ മാത്രം സീക്ക് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരാളുടെ അടുത്ത് സംസാരിക്കാനും നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയാനും ഷെയർ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ യു ആർ നോട്ട് എലോൺ. നിങ്ങൾ ബി പ്രസൻറ്റ്. നിങ്ങൾ എന്താണോ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കുക. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് നിങ്ങൾ സീക്ക് ചെയ്യുന്നത് അതെന്ന് പറയുന്നത് നിങ്ങളുടെ റൈറ്റാണ്. ഒരിക്കലും അതൊരു എന്താ പറയുക ഒരു അസുഖത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇറ്റ് ഈസ് യുവർ റൈറ്റ്. സോ അതെപ്പോഴും മേക്ക് യൂസ് ഓഫ് ദാറ്റ്. സോ അതാണ് എനിക്ക് ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു വർഷം എനിക്ക് എൻ്റെ കുട്ടികളോടും എൻ്റെ എല്ലാവരോടും എൻ്റെ കൂടെ വർക്ക് ചെയ്യണവരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഗായത്രി മാം, ഞങ്ങളുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന്. മെൻ്റൽ ഹെൽത്ത് അവയർനെസ് വീക്കായിട്ട് ഞങ്ങളുടെ ചെറിയ ചെറിയ ഡൗട്ട്സ് ആൻഡ് മിസ്കൺസെപ്ഷൻസ് ഒക്കെ മാം ക്ലിയർ ചെയ്ത് തന്നു. അതിന് ഒരുപാട് നന്ദി. ഇതുവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ഗായത്രി ദേവി മാം, HOD, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കോളജി. ദിസ് ഈസ് RJ അവന്തിക സൈനിങ് ഓഫ് ഫ്രം റേഡിയോ BMC. മാസല്ലേ മോനെ, ഇത് മനസ്സാണ്. Radio BMC.